നമ്മള് നമ്മുടെ ഫൊറോന പള്ളിക്ക് അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഫാദറെ നമസ്കാരം. ഫാദറെ നിങ്ങളൊക്കെ വെയിലത്ത് ഇങ്ങനെ കാത്തിക്കുന്ന പറയുന്നത് സന്തോഷം ഫാദറെ. ഹാഷ്മി ഇതൊന്ന് ഫാദറെ ഇത് ഈ ഫൊറോന പള്ളി 127 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ് അല്ലേ? 125 വർഷം അല്ലേ? അപ്പോ ഈ പള്ളിയുടെ ഏരിയ എവിടെ വരെയാണ്? ഇത് ചെതളയം തൊട്ട് കൊളകപ്പാറ വരെയാണ്. ഫാദറെ പേരെന്താ? ഫാദർ തോമസ് മണക്കുന്നേൽ, മാനന്തവാടി രൂപയുടെ പള്ളിയാണ്. ഓ അത് ശരി. ഞങ്ങളൊരു യാത്രയായിട്ട് ഇറങ്ങിയതാണ്. ഫാദർ മനസ്സിലായി കാണുമല്ലോ ഈ മയക്കുമരുന്ന്. നിങ്ങളുടെയൊക്കെ സഹകരണം ഭയങ്കരമായിട്ട് വേണം. കാര്യം കുഞ്ഞാടുകൾ വഴിതെറ്റിയാ പോയില്ലേ അല്ലേ ഫാദറെ? ഫാദറിന്റെ ഈ ഒരു ആശയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനെ കുറച്ചുകൂടി വ്യക്തത കിട്ടിയാൽ, കാരണം ഈ ലഹരി ഇത്രയേ ഉള്ളൂ ഫാദറെ. അതായത് ഇപ്പൊ ഈ രാസലഹരി വ്യാപിച്ചതോടെ അക്രമം കൂടി, മാത്രമല്ല കുട്ടികളൊക്കെ ഇത് പെട്ടുപോകുന്നു, പെൺകുട്ടികളൊക്കെ. അപ്പൊ ഈ രാസലഹരിയൊക്കെ കഴിച്ചാൽ ജീവിതം പോക്കാ. 7 കൊല്ലമൊക്കെ ഉള്ളതെന്നാ പറയുന്നത്. പിന്നെ അപ്പോൾ അതല്ല ഡി അഡിക്ഷൻ സെന്റർ സെല്ലിൽ തളയ്ക്കപ്പെടും. അപ്പോൾ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ലഹരിയാക്കണം. അപ്പോൾ ഇതിലേക്ക് പെട്ടുപോകരുത്. കാരണം ഇവർ കൊലക്കത്തി കയ്യിലെടുക്കാനുള്ള കാരണവും ഈ സാധനമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം നമ്മൾ ടെലിവിഷനിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ല, നേരിട്ട് തന്നെ ആൾക്കാരോട് പറയാൻ തീരുമാനിച്ച് നമ്മൾ പറയുന്നത് ടെലിവിഷനിൽ വരും. ലൈവായിട്ട് പോകട്ടെ. ആശംസ നേടുകയാണ്. ഒത്തിരി 31 വർഷം അച്ഛനായിട്ട് ഇതിന്റെ ഈ ലഹരി ആൾക്കാർ അഡിക്റ്റ് ആയത് കണ്ട് മടുത്തിരിക്കുന്ന അച്ഛനാണ് ഞാൻ. എല്ലാ രംഗങ്ങളിലും കുടുംബ ബന്ധങ്ങളെല്ലാം ശിഥിലമാകുന്നു. നമ്മുടെ വിശ്വാസിയോട് ഫാദർ എന്താ പറയുക? വിശ്വാസിയോട് പറഞ്ഞു മടുത്തു. അല്ല, കാരണം ഇവരെല്ലാ ഫംഗ്ഷനിലും ലഹരി ഉപയോഗിക്കും. എല്ലാ ഫംഗ്ഷനിലും ഇരിക്കുന്ന നമുക്ക് ഇവിടെ കൂടുന്ന എത്ര പേര് ഉപയോഗിക്കണം എനിക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ആത്മാർത്ഥമായിട്ട് പറയാനുള്ള ആൾക്കാർ, ഇതുപോലുള്ള ആൾക്കാർ വേണം. ബോധവൽക്കരണം ആവശ്യമാണ്. സർക്കാർ നയങ്ങൾ വീണ്ടും മാറ്റപ്പെടണമെന്ന് എനിക്കൊരു ആശയമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഹോസ്പിറ്റലോട് ചേർന്ന് തന്നെ അഡിക്ഷൻ സെന്റർ ഉണ്ട്. നമുക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഇഷ്ടംപോലെ കേസുകളൊക്കെ വരുന്നുണ്ട്. എന്റെ പൊന്നെ. ഈ ഡി അഡിക്ഷൻ സിസ്റ്ററിന്റെ പേരെന്താ? സിസ്റ്ററിന്റെ മെഡിസി ആൾക്കാരിലുണ്ടെന്ന് എനിക്കറിയാം. സിസ്റ്ററെ MDMA കഴിച്ച കുട്ടികളൊക്കെ വരുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയാ അവരുടെ ഒരു സ്വഭാവം എങ്ങനെയാ? ഇത് ഈ MDMA ഇതിന് മണമൊന്നുമില്ലല്ലോ. ഇത് വെള്ളം അടിച്ചിട്ട് വരുന്നതന്നെ നമുക്ക് ഗന്ധം കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല, പറ്റത്തില്ലല്ലോ. എങ്ങനെയാ? കുറെ ആൾക്കാരുണ്ടോ ഇപ്പോ? ഉണ്ട്. അതിൽ കുട്ടികളുണ്ടോ കൂടുതൽ? ചെറിയ കുട്ടികളുണ്ട്. ഉണ്ട്. ചെറിയ ഏത് പ്രായം വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും? 16, 14. ഞങ്ങൾ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കണ്ടു വരിക. 4ാം ക്ലാസ് 9 വയസ്സ്. സിസ്റ്റർ ഞെട്ടിയോ? ഇല്ല, ഞെട്ടില്ല. ഇതൊക്കെ സ്വാഭാവികം. താങ്കൾ ഞെട്ടിയോ? മോളെ എന്താ പേര്? സോന. മോളുടെ പേര്? നിങ്ങളൊക്കെ പഠിക്കുവാണോ? നഴ്സിംഗ് സ്റ്റുഡൻസാ. നിങ്ങൾക്കാണ് ഇതിനകത്തൊരു ബാധ്യത ഉള്ളത്. നഴ്സിംഗ് ആണോ? ആണോ? അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് ഇതിനകത്ത്. ബാക്കി കുറെ പേരോട് നിങ്ങൾ നഴ്സിംഗ് ആണോ? ഓക്കെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ചെറുപ്പക്കാരോടാണ് നമുക്ക് പറയാനുള്ളത് ഈ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കരുതെന്നുള്ളത്. അപ്പം മറ്റുള്ളവർ എന്ത് പറയും? മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കുക, അതാ നല്ലത് അല്ലേ? എന്താ ആഷ്മി, ഇവിടെയൊക്കെ നല്ല പടം ഒന്നും തീർത്താലോ? ക്യാമറമാൻ എല്ലാരും ഒന്ന് ക്ലോസ് ആക്കിയത്. ഓക്കെ 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 അല്ലേ? പറഞ്ഞു വീഴരുത് എല്ലാം കൂടെ. ഓക്കെ, റെഡി വീഴരുത്. മോളെ എന്താ പേര്? മോളെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇല്ല, എന്തൊരു തോന്നല്. ഓക്കെ സിസ്റ്ററെ, എന്റെ പേര് സിസ്റ്റർ. സുഖമായിരിക്കുന്നു. നമുക്ക് ആൾക്കാരുടെ ഇടയിലൊക്കെ നമുക്കിത് പ്രചരിപ്പിക്കാൻ പറ്റുന്നു. തീർച്ചയായിട്ടും നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു. നല്ല പേരുണ്ടല്ലേ? സാരമില്ല. എല്ലാരും കേടിച്ചേ. നമുക്ക് പാലക്കാട്. ഓക്കെ 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 ഓക്കെ.